ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ലോകരക്ഷകനായ ദൈവപുത്രൻ്റെ തിരുപ്പിറവി ലോകമെങ്ങും ജാതി മതവർഗവർണ്ണ വ്യത്യാസം കൂടാതെ തിരുപ്പിറവിയെ വരവേൽക്കുന്ന ഡിസംബർ 25 സമാഗതമാകുന്നു. ഒരു പരിശുദ്ധൻ ഈ തിരുപ്പിറവിയെക്കുറിച്ച് ഇപ്രകാരം പ്രതിവചിച്ചു: God became man so that man may become God. ദൈവം മനുഷ്യനായി. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ ദൈവീകരിക്കുവാനാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ ജാതനായ ദൈവപുത്രൻ മാനവജാതിയെ പാപത്തിൻ്റെയും തിന്മയുടെയും കരാളഹസ്തങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മനസ്സായി. ഇന്ന് ലോകം ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി അലയുന്ന രംഗമാണ്. കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, പ്രസ്ഥാനങ്ങളിൽ, സഭയിൽ ദൈവികമായ ശാന്തിയും സമാധാനവും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്ന കാലമാണ്. ഭീകരവാദങ്ങളും അക്രമാസക്തമാകുന്ന മനസ്സുകളും, എന്തിനേറെ പറയുന്നു, മാതാപിതാക്കൾ മക്കളെ തിരസ്കരിക്കുന്ന, മക്കൾ മാതാപിതാക്കളെ തിരസ്കരിക്കുന്ന കുടുംബങ്ങളും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ നടുവിൽ രാജ്യങ്ങൾ തമ്മിൽ കലഹങ്ങളും സമുദായങ്ങൾ തമ്മിൽ സ്പർദ്ധകളും ഏറെയേറെ വർദ്ധിക്കുന്നു. ഭീകരപ്രസ്ഥാനങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബേത്ലഹേമിലെ തിരുപ്പിറവി, യേശു തമ്പുരാൻ ദൈവപുത്രൻ 1000 പ്രാവശ്യം ബേത്ലഹേമിൽ ജനിച്ചാലും യേശു ദൈവം നാം ഓരോരുത്തരിലും ജനിക്കണം. അത് എങ്ങനെയെന്നാൽ നാം ക്രിസ്താനുരൂപികൾ ആകണം. ക്രൈസ്റ്റ് ലൈക്ക്, യേശു ക്രിസ്തുവിനെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഈ വരുന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ തിരുപ്പിറവിയുടെ തിരുബലിയും ശുശ്രൂഷകളും ആരാധനകളും നമ്മെ ദൈവസ്നേഹത്തിൽ നിന്ന് ലോകത്തെ വീണ്ടെടുക്കുന്ന സ്നേഹമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ എന്നാശംസിക്കുന്നു. എല്ലാവർക്കും മംഗളകരമായ ക്രിസ്മസ് പുതുവർഷ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അഖില മലങ്കര പ്രാർത്ഥനായോഗം പ്രസിഡൻറ്റ് മാത്യൂസ് മാർ തെവദോസ്യോസ് മെത്രാപ്പൊലീത്ത.